2015 ബജറ്റ് ദിവസം നടന്ന കോലാഹലങ്ങളോളം എത്തിയില്ലെങ്കിലും അസാധാരണമായ രംഗങ്ങൾക്കാണ് നിയമസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം പ്രതിപക്ഷം ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചതോടെയാണ് സഭ ശബ്ദായമാനമായ രംഗങ്ങൾക്ക് വഴിമാറിയത്. സാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടാണ് സാർ SIT ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് പിന്നാലെ പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി. ബാനറും പ്ലക്കാർഡുകളുമായി പ്രതിഷേധം കനത്തോടെ സഭ ബഹളത്തിലമർന്നു. വിഷയദാരിദ്ര്യമാണിവർ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണെന്നും കോടതികളിൽ നിന്നേറ്റ തിരിച്ചടിക്ക് സഭയിലാണോ മറുപടിയെന്നുമായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. പ്രതിപക്ഷത്തിന് മറുപടിയുമായി ഭരണപക്ഷാംഗങ്ങളും മുൻനിരയിലേക്ക് എത്തി. ഇതോടെ ഭരണപ്രതിപക്ഷങ്ങൾ നേർക്കുനേർ വന്നു. ബഹളം മൂർച്ഛിക്കുന്നതിനിടെ ആലുവ MLA അൻവർ സാദത്ത് സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ചു. ഇതോടെ സ്പീക്കർ സഭ നിർത്തിവെച്ചു. 10 മണിക്ക് സഭ പുനരാരംഭിച്ചപ്പോഴും സ്ഥിതിയിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പ്രതിപക്ഷത്തെ ഉദ്ദേശിച്ചാണെന്ന് സ്ഥാപിക്കാൻ ഭരണപക്ഷം ശ്രമിച്ചു. ഹൈക്കോടതി പ്രതിപക്ഷ മേധാവിനോട് ചോദിച്ചു, പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? ഈ പബ്ലിസിറ്റി ഇൻട്രസ്റ്റിന്റെ നരേറ്റീവ് കേരളീയ സമൂഹം തിരിച്ചറിയും. ഇതിനിടയിൽ പ്രതിപക്ഷ ബാനർ വാച്ച് ആൻഡ് വാർഡ് പിടിച്ചെടുത്തു. ബാനറിന് വേണ്ടി പിടിവിൽ നടക്കുന്നതിനിടെ മാത്യു പുൽനാടൻ MLA മുൻവശത്തെ കൈവരി വഴി സ്പീക്കറുടെ ഡയസിൽ കയറി. ഇതോടെ വീണ്ടും സഭ നിർത്തിവെച്ചു. സഭ പുനരാരംഭിച്ചപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സ്പീക്കർ അതൃപ്തി പ്രകടിപ്പിച്ചു. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് സ്പീക്കറുടെ ഒരു അന്ധനെ പോലെയാക്കി ഈ രീതിയിൽ ജനാധിപത്യം കൈകാര്യം ചെയ്തത് ശരിയാണോ? അസാധാരണമായി ഒന്നും നടന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷ നിലപാട്. ശബരിമല വിഷയത്തിൽ പ്രതിഷേധം തുടരുമെന്നും അവർ വ്യക്തമാക്കി. ഞങ്ങളൊരു അക്രമം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ തന്നെയാണ് സമരം നടത്തിയത്. കോടതിയിൽ തിരിച്ചടി നേരിട്ടതുകൊണ്ടാണ് പ്രതിപക്ഷം നിയമസഭ അലങ്കോലമാക്കിയതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. നാട്ടിൽ ചെലവാകാത്ത കാര്യം, കോടതിയുടെ മുന്നിൽ ചെലവാകാത്ത കാര്യം, കോടതിയിൽ നിന്ന് ശക്തമായ അടി ഏറ്റപ്പോൾ ഇവിടെ വന്ന് ബഹളം വെച്ച് കാര്യങ്ങൾ നേടാനാണ് നോക്കിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിലെ വീഴ്ചയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷമില്ലാതെയാണ് 2ാം ദിവസത്തെ ബജറ്റ് ചർച്ചയും നടന്നത്. 24 തിരുവനന്തപുരം.